മീഡിയ വണ്ടെ കേസ് നമ്മൾ കണ്ടു. 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ചാനൽ, ആ ചാനൽ പുതുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർക്ക് പുതുക്കൽ നിഷേധിച്ചു, ലൈസൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്താ? നിങ്ങൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ഇൻപുട്ട് ഉണ്ട്. എന്താ ഇൻപുട്ട് അറിയില്ല, ചോദിച്ചാൽ അത് ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല, അത്രക്ക് ഗുരുതരമാണ്. കോടതിയിൽ പോയി, ഹൈക്കോടതിയും അത് ശരിവെച്ചു. ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ പാടില്ല, പുതുക്കാൻ പറ്റില്ല. ഡിവിഷൻ ബെഞ്ചിൽ പോയി, അവരും ഈ പറഞ്ഞ ഫയൽ നോക്കിയിട്ട് അവരും അത് തന്നെ പറഞ്ഞു. അപ്പൊ സിംഗിൾ ജഡ്ജിൽ പോയിട്ട് അവരുടെ വക്കീൽ പറഞ്ഞു, മീഡിയ വണ്ടെ വക്കീൽ പറഞ്ഞു, ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് സമയം എന്താ, ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് ഒരു സ്റ്റേക്ക് വേണ്ടി ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സിംഗിൾ ജഡ്ജിന്റെ മറുപടി ഇതായിരുന്നു, ഞാനിപ്പോ ഈ ഫയൽ കണ്ടു, ആ ഫയൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 1 മണിക്കൂറല്ല 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് ഇനി സമയം തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, അത്ര ഗുരുതരമായിട്ടുള്ള സംഗതിയാണ് ഫയലിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് അവർക്ക് ആ ചാനൽ നിർത്തേണ്ടി വന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ ഫയലുകൾ നോക്കിയപ്പോൾ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതിനുശേഷം അന്തിമ വിധി വന്നു, അതിനകത്തും നമ്മൾ ജയിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫയലിൽ എന്തായിരുന്നു ഉള്ളത്, എന്താണ് നമുക്കെതിരെ ഉണ്ടായിരുന്ന ഇൻപുട്ട് എന്നുള്ളത്, ഇവർ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ഇൻപുട്ട് എന്നുള്ളത് ആ വിധിന്യായത്തിൽ അവർ എഴുതി വെച്ചു. നമുക്ക് അപ്പോഴും അറിയില്ലായിരുന്നു എന്താണ് ഇൻപുട്ട് എന്ന്. അപ്പോൾ പല രീതിയിലുള്ള പേടികളാണ് അവിടുത്തെ മാനേജ്മെന്റിന്. എന്തായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്? വല്ല അധോലോക ബന്ധമോ തീവ്രവാദ ബന്ധമോ ഇതെല്ലാം ഉന്നയിക്കാമല്ലോ. എന്നാൽ അവരാർക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയണ ഒരു ചെറിയ രീതിയിലുള്ള സംഗതി പോലും അവിടെ ഇല്ലാത്ത ആളുകൾ. അപ്പൊ ഈ വിധിന്യായത്തില് ഇവർ ഈ പറയുന്നത് ഇൻപുട്ട് എഴുതി വെച്ചപ്പോഴാണ് ആ ഇൻപുട്ട് എന്താണെന്ന് നോക്കിയത്. ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം, അതായത് ഒരു ചാനലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള ആദ്യത്തെ ഏറ്റവും വലിയ കാരണമായിട്ട് അവർ കാണിച്ചത് ഈ ചാനല് മുസ്ലിം കോസ് മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ ഒരു ചാനല് അടച്ചു പൂട്ടാൻ അത് മതി, മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ അടച്ചു പൂട്ടാം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സീക്രട്ട് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സീൽഡ് കവറിലാണ് എല്ലാം കൊടുത്തത്, നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ ഒരു കോപ്പി പോലും തന്നില്ല. പക്ഷേ ഈ വിധിന്യായത്തിൽ അത് പ്രതിപാദിച്ചു, അതിനകത്ത് അവർ എക്സ്ട്രാക്ട് ചെയ്തു ഇതാണ് കാരണം എന്നുള്ളത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു വളരെ ബാലിശമായിട്ടുള്ള കാരണമാണ്, ഇതാണ് കാരണം. ഗൗരവമായിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ അവരത് എഴുതില്ലായിരുന്നു, അത്ര ഗൗരവമായിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ. ഇതിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ആ മാനേജ്മെന്റിലെ ഒരാള് അവിടെ തുർക്കിയിൽ പോയി, മറ്റേ ആള് ദുബായിൽ പോയി, മറ്റേ ആള് ഖത്തറിൽ പോയി, അയാളെ കണ്ടു ഇയാളെ കണ്ടു, ഇതൊക്കെയാണ് പിന്നുള്ള ആരോപണങ്ങൾ. പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. അപ്പോ ഏതെങ്കിലും മാധ്യമം അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ അതിനെ ലംഘിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്കിവിടെ നേരായിട്ടുള്ള രീതിയിലുള്ള ഒരു വാർത്തയും കിട്ടില്ല. നമുക്കൊരു 1 സൈഡഡ് വാർത്ത മാത്രമേ കിട്ടുള്ളൂ. ആ വാർത്ത മാത്രം നിങ്ങൾ വായിച്ചാൽ മതി എന്നാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അംബേദ്കർ അന്നേ പറയുന്നുണ്ട്, ഭരണഘടന എത്ര നല്ല ഭരണഘടനയായാലും അത് നടപ്പിലാക്കുന്ന ആളുകൾ മോശമാണെങ്കിൽ ആ ഭരണഘടന മോശമാവുക തന്നെ ചെയ്യുമെന്ന്. ആ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാസ്തവം.